എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവസഭ അല്ലെങ്കിൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന വിഷയം സംബന്ധിച്ചുള്ള ഒരു ആഴമായ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നാം സഭയിലെ ദശാംശം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു. അതിൽ നാം ഒന്ന്, സഭയിലെ ധനകാര്യവും ശുശ്രൂഷയും തെളിവും ഉത്തരവാദിത്വമോടെ നടത്തണം. രണ്ടാമത്, ശുശ്രൂഷകർ ദൈവത്തിന് മുമ്പാകെ വിശുദ്ധ ജീവിതവും സമർപ്പിത മനസ്സും പുലർത്തണം. മൂന്നാമതായിട്ട്, സഭയുടെ അനുഗ്രഹങ്ങൾ ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്കായി ഉപയോഗപ്പെടണം. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. നിങ്ങൾ പ്രാർത്ഥനയോടെ എന്നോടൊപ്പം ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാം പറഞ്ഞു വന്നത്, ഒരു സഭയിലെ പാസ്റ്റർ സാമ്പത്തിക കാര്യങ്ങളിൽ എപ്പോഴും സുതാര്യത അല്ലെങ്കിൽ ട്രാൻസ്പെറൻസി കാണിക്കണം. ഫിനാൻഷ്യൽ ഇൻറ്റഗ്രിറ്റി. ഇപ്പോഴത്തെ സഭകളിൽ പാസ്റ്റർമാരല്ല കമ്മിറ്റിക്കാരാണ് വെട്ടിപ്പും തട്ടിപ്പും ഒക്കെ നടത്തുന്നത്. അതിൽ പാസ്റ്ററും ഉൾപ്പെട്ടു പോകുന്നു എന്നേ ഉള്ളൂ. സഭയിലുണ്ടായിരുന്ന കമ്മിറ്റി പിരിച്ചുവിട്ടിട്ട് സ്വയം സഭയുടെ എല്ലാ നിയന്ത്രണവും ഏറ്റെടുത്ത പാസ്റ്റർമാരെ എനിക്കറിയാം. അതേസമയം തന്നെ വിദേശയാത്ര കഴിഞ്ഞു വരുന്ന ദൈവദാസന്മാർ തനിക്ക് കിട്ടിയ ഓഫറിങ്സും സാമ്പത്തികവുമെല്ലാം ഒരു പൈസ പോലും കുറയാതെ ഓർഗനൈസേഷനിൽ ഏൽപ്പിക്കുന്നവരെയും എനിക്കറിയാം. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, ഒരു സഭയിലെ പാസ്റ്റർ സാമ്പത്തിക കാര്യങ്ങളിൽ എപ്പോഴും സുതാര്യത, ട്രാൻസ്പെറൻസി കാണിക്കണം എന്നത് മാത്രമാണ്. നമുക്ക് ഒരു വാക്യം വായിക്കാം. 1 തിമോത്തിയോസിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, യേശുക്രിസ്തു സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി പിതാവിനോട് മധ്യസ്ഥത ചെയ്യുന്നത് പോലെ ഒരു പാസ്റ്ററും തൻ്റെ സഭയിലെ വിശ്വാസികൾക്ക് വേണ്ടി പിതാവാൻ ദൈവത്തോട് മധ്യസ്ഥത ചെയ്യേണ്ടതാണ്. പാസ്റ്റർ മധ്യസ്ഥത ചെയ്യുന്നില്ല എങ്കിൽ വിശ്വാസികൾ പാസ്റ്റർക്കെതിരെ പിറുപിറുക്കും. അതുപോലെ തന്നെ പാസ്റ്റർ എത്രമാത്രം സഭയിലെ വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുവോ അത്രയും തന്നെ അന്യജാതിക്കാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. 1-2 വചനങ്ങൾ ഇവിടെ വായിക്കാൻ താല്പര്യപ്പെടുന്നു. 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങൾ. നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. സകല മാനുഷ്യ നിമിത്തത്തിനും കർത്താവിൻ നിമിത്തം കീഴടങ്ങുവിൻ. പത്രോസ് അപ്പോസ്തലൻ വിശ്വാസികളെ ഈ ലോകത്തിൽ അന്യരും പരദേശികളുമായി കാണുന്നു. ക്രിസ്ത്യാനികൾ വിശ്വാസം മാത്രം സംസാരിക്കുന്നവരാകരുത്, അവരുടെ ജീവിതശൈലി തന്നെ സാക്ഷിയായിരിക്കണം എന്നതാണ് ഈ ഭാഗത്തിൻ്റെ മുഖ്യ സന്ദേശം. 1 പത്രോസ് 2:12. ജാതികളുടെ ഇടയിൽ നല്ല പെരുമാറ്റം. ജാതികളുടെ ഇടയിൽ നിങ്ങളുടെ പെരുമാറ്റം നല്ലതാകട്ടെ. അവർ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാരെന്ന് കുറ്റപ്പെടുത്തുമ്പോഴും നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ഇവിടെ ജാതികളുടെ ഇടയിൽ എന്ന് ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവിനെ അറിയാത്തവരുടെ മുന്നിൽ. നല്ല പെരുമാറ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്
ഇവിടെ വാക്കുകളേക്കാൾ ശക്തമായത് സാക്ഷ്യമുള്ള ജീവിതമാണ്. ഇവിടെ കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാകും എന്ന് ഉദ്ദേശിക്കുന്നത് ആദിമസഭക്കാലത്ത് ക്രിസ്ത്യാനികളെ തെറ്റായി ആരോപിച്ചിരുന്നു. നല്ല പ്രവൃത്തികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്നേഹം, നീതി, ക്ഷമ, വിശുദ്ധ ജീവിതം. സന്ദർശന ദിവസത്തിൽ, അതായത് ദൈവം ഇടപെടുന്ന ദിവസം, അത് രക്ഷയാകാം അല്ലെങ്കിൽ ന്യായവിധിയാകാം. ഇതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് ക്രിസ്ത്യാനിയുടെ വിശുദ്ധ ജീവിതം കണ്ടാൽ എതിരാളികൾക്കും ഒടുവിൽ ദൈവത്തെ മഹത്വപ്പെടുത്താതെ കഴിയില്ല. 1 പത്രോസ് 2:13 പറയുന്നു, മാനുഷ്യ നിയമത്തിനും കീഴടങ്ങുക. കർത്താവിനായി എല്ലാ മാനുഷ്യ നിയമത്തിനും കീഴടങ്ങുവിൻ. രാജാവായ കർത്താവിനായി ഭയത്താലല്ല, ദൈവത്തിനെ മാനിക്കുന്നതിനാൽ മാനുഷ്യ നിയമത്തിനും ഭരണകൂടത്തിനും നിയമത്തിനും അധികാരികൾക്കും, അത് രാജാവായാലും അന്നത്തെ പരമാധികാരിയായ റോമൻ ചക്രവർത്തി. ക്രിസ്ത്യാനികൾ കലാപകാരികളല്ല, അവർ നിയമം പാലിക്കുന്ന സമാധാനപ്രിയരായ പൗരന്മാരാണ്. ആത്മീയ ബന്ധവും ആഴമുള്ള അർത്ഥവും എന്താണെന്ന് നമുക്ക് നോക്കാം. ദൈവരാജ്യം ഉള്ളിലായിട്ടുണ്ടെങ്കിലും ഭൂമിയിലെ ഭരണക്രമങ്ങളെ അവഗണിക്കരുത്. ക്രിസ്ത്യൻ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ സഭയ്ക്കുള്ളിൽ മാത്രമല്ല, സമൂഹത്തിലുമാണ്. യേശുവിൻ്റെ ഉപദേശം കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും. അത് ഇന്നത്തെ പ്രയോഗത്തിൽ അഥവാ നോക്കുകയാണെങ്കിൽ ജോലിസ്ഥലത്ത് സത്യസന്ധത, സമൂഹത്തിൽ നിയമപാലനം, കുടുംബത്തിൽ നല്ല സ്വഭാവം, സോഷ്യൽ മീഡിയയിൽ ക്രിസ്തീയ മാന്യത. ഈ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വാസം വാക്കുകളിൽ മാത്രമല്ല, ജീവിതത്തിലൂടെ പ്രകടിപ്പിക്കണം. ദൈവത്തെ മാനിക്കുന്നവർ സമൂഹത്തെ മാനിക്കുന്നവരും ആയിരിക്കണം. അങ്ങനെ ജീവിക്കുമ്പോൾ ദൈവനാമം മഹത്വപ്പെടും. നാം എപ്പോഴും നന്മ ചെയ്യുന്നതിൽ തൽപരരായിരിക്കണം. നമ്മുടെ സ്വഭാവം, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ നടപ്പ് കണ്ട് അന്യജാതിക്കാർ യേശുവിനെ അറിയണം. നമ്മെ അതിനുവേണ്ടിയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു വചനം വായിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തിക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. ഇതുപോലെ തന്നെ നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഈ ലോകത്തെ നിയമങ്ങൾക്കും വ്യവസ്ഥകൾക്കും അധീനരായിരിക്കണം. അതുപോലെ തന്നെ സഭയുടെ വ്യവസ്ഥയ്ക്കും അധീനരായിരിക്കണം. ഇനിയും സഭയെ സംബന്ധിച്ച അടുത്ത ഒരു പോയിന്റിലേക്ക് വരാം. സഭയുടെ ഭരണം എന്നാണ് തുടങ്ങിയതെന്ന് നോക്കാം. സൃഷ്ടിയുടെ കാലം മുതൽ നോഹയുടെ കാലം വരെ മനുഷ്യന് നിയമങ്ങളോ വ്യവസ്ഥകളോ ഒന്നുമില്ലായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന തലമുറ നോഹയിൽ നിന്നും ആരംഭിച്ചതാണ്. അത് ഇന്നു വരെ തുടരുന്നു. നോഹയുടെ പുത്രന്മാരുടെ കാലം മുതലാണ് ജനങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും പോകാൻ തുടങ്ങിയത്. ആദ്യം ജനങ്ങൾ എത്തിയത് യൂറോപ്പിലും ഏഷ്യയിലുമായിരുന്നു. ഇതിനെ സംബന്ധിച്ച് ഒരു വാക്യം വായിക്കാം. ഉൽപ്പത്തി 10:32. ഇവർ തന്നെ ജാതി ജാതിയായും കുലം കുലമായും നോഹയുടെ പുത്രന്മാരുടെ വംശങ്ങൾ. അവരിൽ നിന്നാകുന്നു ജലപ്രളയത്തിൻ്റെ ശേഷം ഭൂമിയിൽ ജാതികൾ പിരിഞ്ഞുപോയത്. നോഹയുടെ 2ാമത്തെ മകനായ ഹാമിൻ്റെ രാജ്യത്ത് ഹാമിൻ്റെ മകനായ നിമ്രോദിൻ്റെ സമയം മുതലാണ് ഒരു നിയമവ്യവസ്ഥ കൊണ്ടുവന്നത്. നിമ്രോദിൻ്റെ കാലത്ത് ഇന്നത്തെ ഇറാഖിൽ പട്ടണങ്ങൾ നിർമ്മിക്കുകയും ഗോപുരം നിർമ്മിക്കുകയും ചെയ്തു. അതാണ് ബാബിലോൺ സാമ്രാജ്യം. ഒരു വാക്യം വായിക്കാം. ഉൽപ്പത്തി 11-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം.
വരുവിൻ, നാം ഭൂതലത്തിൽ ഒക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിക, നമുക്ക് ഒരു പേരുണ്ടാക്കുക എന്ന് അവർ പറഞ്ഞു. ഇസ്രായേലിൽ അന്ന് ചെമ്പ് നാണയങ്ങൾ പ്രയോഗത്തിലുണ്ടായിരുന്നു. ആ ദേശത്തിന് ബാബിലോൺ എന്ന പേരായി. അതിനുശേഷം രണ്ടാമതായി ഒരു ഭരണകൂടമുണ്ടായത് ഈജിപ്തിലായിരുന്നു. ഷേമിൻ്റെ സമയം മുതൽ അബ്രഹാമിൻ്റെ സമയം വരെ 430 വർഷം അവർ അവിടെ വസിച്ചു. നാം ബൈബിളിൽ കാണുന്നത് അബ്രഹാമിൻ്റെ കാലത്തിന് ശേഷം ഒരു ലീഡർഷിപ്പ് വന്നത് മോശയുടെ കാലത്താണ്. 40 വർഷം ഇസ്രായേലികളെ മോശ നയിച്ചു. എന്നാൽ മോശ കനാൻ ദേശത്തിൽ പ്രവേശിച്ചില്ല. ഇസ്രായേലികൾ കനാൻ ദേശത്തിലെത്തിയ ശേഷം ജോഷുവ ആദ്യത്തെ ന്യായാധിപനായി. ഹാമിൻ്റെ വംശജർക്ക് രാജാവുണ്ടായിരുന്നു, എന്നാൽ ഷേമിൻ്റെ വംശജർക്ക് രാജാവില്ലായിരുന്നു. ഇതിനിടയിൽ ഒരു പ്രധാന കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ദൈവം രാജ്യത്വം, അതായത് ഡൈനാസ്റ്റി ഇഷ്ടപ്പെടുന്നില്ല. കാരണം രാജാവ് പരമ്പരാഗതമായി സിംഹാസനം കൈവശമാക്കുന്നു. എന്നാൽ ന്യായാധിപന്മാരെ ദൈവം സ്വയം തിരഞ്ഞെടുത്ത് നിയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ സഭയിലും ഡൈനാസ്റ്റി പാടില്ല. വളരെ ദുഃഖത്തോടെ പറയേണ്ടിയിരിക്കുന്നു, ഇന്ന് പല മെയിൻ ലൈൻ സഭകളുടെയും മറ്റ് പല സ്വതന്ത്ര സഭകളുടെയും നേതൃസ്ഥാനം പരമ്പരാഗതമായി കൈമാറി വരുന്നു. അതിൻ്റെ മുഖ്യ കാരണം സഭയിൽ സമ്പത്ത് കുമിഞ്ഞുകൂടുന്നതാണ്. എൻ്റെ ഈ 32 വർഷത്തെ സുവിശേഷ വേലയ്ക്കിടയിൽ കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പല ഓർഗനൈസേഷനുകളും സുവിശേഷത്തിൻ്റെ പേരിൽ സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും ഫണ്ട് ശേഖരണം നടത്തുന്നു. അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇവാഞ്ചലിസ്റ്റുകൾക്കും പാസ്റ്റർമാർക്കും സപ്പോർട്ട് ചെയ്യുവാൻ വേണ്ടി എന്ന് പറഞ്ഞാണ് ഈ ധനശേഖരണം നടത്തുന്നത്. ഞാൻ നോർത്ത് ഇന്ത്യയിൽ കാശ്മീർ, ഗുജറാത്ത്, രാജസ്ഥാൻ ഒഴികെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. 32 വർഷത്തെ വടക്കേ ഇന്ത്യയിലെ അനുഭവം വെച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ ഞാൻ പല ദൈവദാസന്മാരോടൊത്ത് അവരോടുകൂടെ അവരുടെ ഭവനങ്ങളിൽ കഴിഞ്ഞുകൂടിയിട്ടുണ്ട്. പലർക്കും രാത്രിയിൽ സ്വസ്ഥമായി കിടന്നുറങ്ങാൻ ഒരു വീടില്ല. 2 നേരം പോലും ഭക്ഷണം കഴിക്കാൻ നിവർത്തിയില്ല. ഇതിനിടെ എന്തെങ്കിലും അസുഖം വന്നാൽ ഒരു നല്ല ചികിത്സ നൽകാൻ പോലും നിവൃത്തിയില്ലാത്ത അവസ്ഥ. ഈ ദൈവദാസന്മാരുടെ അവസ്ഥ കണ്ട് പലപ്പോഴും സങ്കടപ്പെട്ടിട്ടുണ്ട്. ഈ ദൈവദാസന്മാർ ഈ സങ്കടകരമായ അവസ്ഥയിൽ ദൈവവേല ചെയ്യുമ്പോൾ മറുഭാഗത്ത് ഈ ദൈവദാസന്മാരുടെ പേരിൽ വരുന്ന ഫണ്ട് ഉപയോഗിച്ച് മിനിസ്ട്രിയുടെ പേരിൽ പ്രോപ്പർട്ടി വാങ്ങിക്കൂട്ടുക, വാഹനങ്ങൾ വാങ്ങിക്കൂട്ടുക, ഇതൊക്കെയാണ് നടക്കുന്നത്. ഓർഗനൈസേഷന് വേണ്ടി രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ ദൈവവേല ചെയ്യുന്ന ഈ ദൈവദാസന്മാരുടെ അവസ്ഥ അറിയാൻ പോലും ഈ ലീഡേഴ്സ് ശ്രമിക്കാറില്ല എന്നതാണ് വസ്തുത. പിന്നെ എന്തുകൊണ്ട് അവർ ഓർഗനൈസേഷനോട് ചേർന്ന് നിൽക്കുന്നുവെന്ന് ചോദിച്ചാൽ അവരുടെ സമർപ്പണവും ദൈവത്തോടുള്ള കടപ്പാടും കൊണ്ട് മാത്രമാണ്. ഈ ദൈവദാസന്മാരുടെ കമ്മിറ്റ്മെൻറ്റിനെ ഓർഗനൈസേഷൻ്റെ ലീഡേഴ്സ് മുതലെടുക്കുന്നു, അല്ലെങ്കിൽ ചൂഷണം ചെയ്യുന്നു എന്ന് ഞാൻ പറയേണ്ടി വരുന്നതും എൻ്റെ അനുഭവം വെച്ചുകൊണ്ടാണ്. ഇപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റുകൾ മുഖാന്തരം എഴുതി അറിയിക്കുക. അടുത്ത എപ്പിസോഡിൽ കാണും വരെ നിങ്ങൾക്കേവർക്കും നന്ദി, നമസ്കാരം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.